പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മൾ വയോജനങ്ങളെ ഓർമ്മിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ചും UNO ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രത്യേകം പ്രവർത്തിക്കേണ്ട ദിവസമാണ്. വളരെ പ്രത്യേകിച്ചും വയോജനങ്ങളുടെ പീഡനങ്ങളും വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദൂരീകരിക്കുന്നതിന് വേണ്ടി ലോകമെമ്പാടുമുള്ള മനുഷ്യരെ അവെയറാക്കുന്ന ഒരു ദിവസമാണ്. ഈ ദിവസം വയോജന ക്ഷേമത്തിന് വേണ്ടിയും അവർ അബ്യൂസ് ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന, വളരെയേറെ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കിന്ന് സ്റ്റുഡിയോയിൽ ലഭിച്ചിരിക്കുകയാണ്. ബഹുമാന്യനായ റോയി പി തിയോച്ചൻ. നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിലെ വലിയ സേവനത്തെക്കുറിച്ചും കേൾക്കാം. മിസ്റ്റർ റോയി പി തിയോച്ചൻ, നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് അങ്ങേക്ക് വളരെ പ്രത്യേകമായ സ്വാഗതം അറിയിക്കുന്നു. ഇന്ന് വയോജന പീഡന വിരുദ്ധ ദിനമാണ്. ഈ ദിവസം അങ്ങയെ വിളിക്കാനുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആലപ്പുഴയിലുള്ള പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ അറിയാം എന്തുമാത്രമാണ് അങ്ങ് വയോജനങ്ങളെ സംഘടിപ്പിക്കുകയും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവരുടെ പീഡനങ്ങളിൽ നിന്നുമൊക്കെ മോചിതരായിട്ടുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങ് ഈ സമയത്ത് സ്റ്റുഡിയോയിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അങ്ങയുടെ ഈ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു അവസരം തന്ന അച്ഛന് നന്ദി പറയുന്നു, നിങ്ങളുടെ ടീമും. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞ കണക്ക് തന്നെ നമ്മളുടെ വയോജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നും അത് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. ഇതിന്റെ കാരണം എന്ന് പറയുമ്പോൾ സാമ്പത്തികം തന്നെയാണ്. അപ്പോൾ ആ സമ്പത്തിൻ്റെ പ്രശ്നം എല്ലാ മേഖലകളിലും ബാധിക്കുന്നുണ്ട്. ഓരോ വ്യക്തികളുടെ കുടുംബങ്ങളിൽ പോയിട്ട് സർക്കാരിൻ്റെ തലങ്ങൾ വരെ സമ്പത്ത് ഒരു പ്രശ്നമാണ്. ആ സാമ്പത്തിക പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ രൂക്ഷത അനുഭവിക്കുന്ന ഈ മാതാപിതാക്കളാണ്. അപ്പോൾ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് കടന്നു ചെല്ലാൻ നേരത്ത് നമ്മൾ കാണുന്ന ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്, മാതാപിതാക്കളുടെ കാര്യങ്ങൾ. അപ്പൊ ഇന്ന് ഈ കാലഘട്ടത്തിൽ ആദ്യം തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം മാതാപിതാക്കളുമായിട്ട് സമ്പാദിക്കാൻ ആരും തയ്യാറല്ല. ആരുമില്ല. മക്കള് പോലും ഇല്ല. ചെറുമക്കൾ പോലും ഇല്ല. ഇന്നലെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് 10 പേരുണ്ടെങ്കിൽ ഇല്ല 5 പേരുണ്ടെങ്കിൽ ഇല്ല 2 പേരുണ്ടെങ്കിൽ എല്ലാവരും ഒരേ ഫോണുമായിട്ടിരിക്കും. അപ്പൊ ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫോണുമില്ല, ഒന്നുമില്ല, ഏതെങ്കിലും ഒരു മൂലക്ക് തള്ളപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പൊ അവർ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവർ ആരെങ്കിലും ഒന്ന് കേൾക്കണമല്ലോ. അതെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അടുത്തൊരു കൂട്ടായ്മ ഉണ്ട്. അതിന്റെ നേതൃത്വം നൽകുന്ന അംജിത്തിനെ എനിക്കറിയാം. അംജിത്തും അതേപോലെ തന്നെ കുറെ സഹോദരിമാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് സത്യത്തിൽ ഒരു ഭാഗം മാത്രമാണ്. ഈ ഒരു ടീമാണ് അവരുടെ ഒരു സഹകരണം കൊണ്ടാണ്. അല്ല, അത് റോയിയുടെ ഒരു നേതൃത്വമാണ്. അത് തീർച്ചയായിട്ടും പറയാതിരിക്കണ്ട. ഞാൻ അതിന്റെ സാമ്പത്തികം മുഴുവനും റോയിയല്ലേ? തീർച്ചയായിട്ടും. അതെ. അപ്പൊ ഇന്ന് കടന്നു ചെല്ലാന്നത്ത് ഞങ്ങൾക്ക് ഏകദേശം ഒരു 2000-ഓളം മാതാപിതാക്കളുണ്ട് നിങ്ങളുടെ സംഘത്തിലുണ്ട്. സംഘത്തിൽ പല മേഖലകളിലായിട്ടാണ്. ഞങ്ങളുടെ ഒരു യൂണിറ്റ് തന്നെ 530 പേരുണ്ട്. ഇപ്പൊ ഞങ്ങള് ഏകദേശം 2000-ന് പല സ്ഥലങ്ങളിലായിട്ട്. അതിന് കൃത്യമായിട്ടുള്ള എണ്ണം കിട്ടിട്ടില്ല. അത് ഉടനെ ഞാൻ എടുക്കുന്നതായിരിക്കും. കാരണം പല ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും ഈ മാതാപിതാക്കളുടെ പ്രോഗ്രാം ആണെങ്കിൽ ഞാൻ വരാം, അവർക്ക് വേണ്ട കാര്യം ചെയ്യാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ ആൾക്കാരെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പം ഞങ്ങൾ വയോ നന്മ എന്നും പറഞ്ഞിട്ട് ഗവൺമെൻറ് ലീഗൽ സർവീസ് അവർ പ്രോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലാ ജഡ്ജാണ് അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത്. അപ്പോൾ സബ് ജഡ്ജ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 2 എണ്ണം ചെയ്തു കഴിഞ്ഞു. 10 സ്ഥലത്താണ് പ്രോഗ്രാം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വയോ നന്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ കുറേ അധികം പീഡനങ്ങൾ സഹിക്കുന്നുണ്ട് മാതാപിതാക്കൾ. ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. രണ്ടാമത് ഇവരുടെ കയ്യിലുള്ള ചിലപ്പോൾ ചില സ്വത്തുക്കൾ മക്കൾ തന്ത്രപൂർവ്വം എഴുതി മേടിച്ചിട്ട് വീണ്ടും ഇവരെ പീഡിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട്
കുറെ കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള ആ ഒരു സെല്ലാണ് അവർ വന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞു ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഈ പാവപ്പെട്ട അമ്മമാരാരും നിയമപരമായിട്ട് പോകത്തില്ല. അവര് പോകയല്ല. ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ നിയമപരമായിട്ടുള്ള സംരക്ഷണം മാതാപിതാക്കൾക്ക് കിട്ടുന്നുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 12 വക്കീലന്മാർ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് റെഡിയാണ് ഇവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ. അപ്പം ഞാൻ നോക്കിയിട്ട് ഇന്നേ വരെ ഒരാൾ പോലും ഒരു കേസിനായിട്ട് മുൻപോട്ട് പോയിട്ടില്ല. പോകാനെന്ന് വെച്ചാൽ അതാണ് അമ്മമാരെന്ന് പറയുന്നത്. അമ്മമാര് മുത്തശ്ശിമാരായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മക്കൾക്കെതിരെ കേസിന് പോകില്ല. പിന്നെ പല വീടുകളും വളരെ അവശനായിട്ട് കിടക്കുന്ന പല അമ്മമാരും ഉണ്ട്. അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മളിപ്പോൾ എല്ലാ കാര്യം പറഞ്ഞാലും എല്ലാം ഗവൺമെന്റ് ചെയ്യും എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഒന്നും പറ്റത്തില്ല. എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഗവൺമെന്റിനും പറ്റത്തില്ല, പൊതുസമൂഹത്തിനും പറ്റത്തില്ല. പിന്നെ തന്നാലാകുന്നത് താങ്കൾ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സമൂഹത്തിൽ? അല്ല, നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ കൂടുതലായിട്ടൊന്ന് പറയാം. അതായത് ഈ വയോ നന്മ എന്ന് പറയുന്ന സർക്കാരിന്റെ പ്രോഗ്രാം ഉണ്ടല്ലോ, അത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയല്ല, അവര് ചിലപ്പോൾ ഞങ്ങൾ തന്നെ ഇവരെ സംഘടിപ്പിച്ചിട്ട് അവരെ വിളിക്കുകയാണ്. അവരെ വിളിച്ചിട്ട് ആ നിയമസഹായങ്ങള് എന്താണ് അവർ ചെയ്യുന്നത്? അവർ ചെയ്യുന്ന ഈ നിയമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരെ ബോധവാന്മാരാക്കുക. വയോജനങ്ങൾ അറിയേണ്ട നിയമങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുക. അപ്പൊ പല കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഉദാഹരണം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് പോകാം. ഈ പാവത്തുങ്ങൾക്ക് സർക്കാരിനെതിരായിട്ട് പോകാൻ പറ്റുമോ പെൻഷൻ തന്നില്ലെന്നും പറഞ്ഞിട്ട്? പക്ഷെ അത് ഈ വയോ നന്മ ടേക്കപ്പ് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ പരാതിപ്പെടാം, ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല, എന്തുകൊണ്ട്, ഞങ്ങളുടെ റൈറ്റാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റെയിൽവേയിൽ സൗജന്യം കിട്ടുന്നില്ല, ബസ്സിൽ സൗജന്യം കിട്ടുക, കുറേ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ 90% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. ഇതേക്കുറിച്ച് ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. അതുകൂടാതെ അവർക്ക് ആവലാതികളുണ്ട്, അതും ടേക്കപ്പ് കേൾക്കാം. അത് ഈ അഡ്വക്കേറ്റ്സ് അതിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കും. അവർക്ക് വേണ്ടിയിട്ട് അവർ സമ്മതമാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കേസ് കൊടുക്കാനും ബാധിക്കാനും ഫ്രീ ആയിട്ട് ഗവൺമെന്റിന്റെ ഒരു സംവിധാനമാണ് വയോ നന്മ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ വയോ നന്മയുടെ പ്രോഗ്രാമുകൾ എന്തോരം നടത്തിയിട്ടുണ്ട്? ഇപ്പൊ ഞാൻ 2 പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. 2 നടത്തി. അവർ ആവശ്യപ്പെട്ടത് പ്രകാരം 2 നടത്തി. അതിനകത്ത് ഏകദേശം ഒരെണ്ണത്തിനകത്ത് ഒരു 400 പേരോളം പങ്കെടുത്തു. മറ്റേതിനകത്ത് ഒരു 200-250. ഇനി അടുത്തത് 400 പേരെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു മാക്സിമം 400-300 അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഈ വയോ നന്മ നിങ്ങളെ ഏൽപ്പിക്കാൻ കാരണം നിങ്ങൾ തുടർബാല്യം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അത് പ്രായമുള്ള ആളുകളെ ഞാൻ ആ സമ്മേളനങ്ങളിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് ഒരു സമ്മേളനത്തിൽ തന്നെ 400, 500, 600, 700 പേരൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് നിങ്ങൾ അവർക്ക് ക്ലാസ് കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു, പ്രത്യേകിച്ച് ഓണക്കിറ്റുകൾ കൊടുക്കുന്നു, ക്രിസ്മസ് കിറ്റുകൾ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അവരെല്ലാം വന്നു. ഞാൻ ആ മീറ്റിങ്ങുകളിൽ കണ്ടിട്ടുള്ളത് ഈ പ്രായം ചെന്ന ആളുകൾ ഇത്രയും സന്തോഷിച്ച് വേറെ ഒരിക്കലും കണ്ടിട്ടില്ല. അവരത്ര സന്തോഷത്തോടെയാണ് അവിടെ ഇരിക്കുന്നത്. അത് നിങ്ങളുടെ ടീമിലെ അംഗങ്ങൾ അവരെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ഇവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ കൊടുത്തിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നൽകിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ വയോ നന്മ നിങ്ങളെ ഏൽപ്പിച്ചതിലായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് കാണുന്നത്. അതൊരു നല്ല ലക്ഷണമാണ്. സർക്കാർ എന്തായാലും നിങ്ങൾ വിളിക്കുമ്പോൾ വരികയും ഈ വയോ നന്മയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അവർ ഇനിയും വരാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 10 ക്ലാസ്, ഇപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് മഴ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇപ്പം ഈ മാസം തന്നെ 2-3 പ്രോഗ്രാം ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് അപ്പോൾ മഴയുള്ള ഒരു കാലഘട്ടം ആകുമ്പോൾ ഇവർക്ക് വരാനുള്ള ട്രാൻസ്പോർട്ടേഷനും അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. തണുപ്പ് കാലമല്ലേ. പിന്നെ ഞാൻ ഏറ്റവും വലിയൊരു പരിപാടി നടത്തിയത് 2022 1000 പേർക്ക് ഓണപ്പുടവ കൊടുത്തു. അതൊരു 2000 പേരാ ഉള്ളത്. ഈ 2000 പേരെ ഒരുപോലെ സംഘടിപ്പിക്കാനായിട്ടുള്ള മാർഗം ഞാൻ നോക്കുന്നുണ്ട്. കാരണം 2000 പേര്, അപ്പോൾ അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യണം, ആ സ്പേസ് അറേഞ്ച് ചെയ്യണം, പിന്നെ വോളണ്ടിയേഴ്സ് വേണം, ചെറുപ്പക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. കുറേ ചെറുപ്പക്കാർ നമ്മൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയുള്ള കുറേ ചെറുപ്പക്കാരൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ പ്രോഗ്രാമിനോട് റേഡിയോ നെയ്തലും സഹകരിക്കാൻ ഞങ്ങളെ അറിയിച്ചാൽ മതി.
വിളിച്ചാൽ മതി, ഞങ്ങളുടെ ടീം വരും. നേരത്തെ തന്നെ സഹകരിച്ചിട്ടുണ്ട്. അല്ല നേരത്തെ സഹകരിച്ചിട്ട് അല്ല, ഇനി കുറച്ചുകൂടി ഈ വയോനന്മയൊക്കെ വരുമ്പോഴേ കുറെ കൂടി നന്നായിട്ട് സഹകരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. പിന്നെ റേഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമും നിങ്ങളുമായിട്ട് ചേർന്നാണ് ഞങ്ങൾ നടത്തിയത്. വയോമിത്രം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ചേർന്നാണ് ഞങ്ങൾ ചെയ്തത്. അതൊക്കെ നല്ലതായിരുന്നു. അപ്പൊ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്രയും ഈ പ്രായം ചെന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഗവൺമെന്റ് സഹായങ്ങൾ, അതോടൊപ്പം തന്നെ നിയമ സംവിധാനങ്ങൾ, അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ലതാണ് അതൊക്കെ. അപ്പോൾ അവർക്ക് അതേക്കുറിച്ചൊക്കെ ഉള്ള നല്ല അറിവൊക്കെ കിട്ടും. അതിനനുസരിച്ച് വളരാനും അവർക്ക് കുറച്ചുകൂടി സമാധാനവും സ്വസ്ഥതയുമായിട്ടൊക്കെ ജീവിക്കാനും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത്, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരിത്ര സന്തോഷത്തോടെ ആയിരിക്കാൻ കാരണം നിങ്ങൾ അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. അവർക്ക് എന്ത് വേണേലും പറയാം, അവർക്ക് ഡാൻസ് ചെയ്യാം, പാട്ട് പാടാം, അവർക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണവും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഞാനൊരു പെട്ടെന്നൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇത്രയേറെ ചെയ്യാൻ മാത്രം അതിന് വലിയ സാമ്പത്തികം വരണം. എവിടെ നിന്നാണ് ഈ സാമ്പത്തികം മുഴുവൻ കിട്ടുന്നത്? ഇപ്പോൾ ഇത് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. അത് തന്നെ, വേറെ ആരും സഹായിക്കുന്നില്ല. കാരണം എൻ്റെ ബിസിനസ്, പല ബിസിനസ്സുണ്ട് എനിക്ക്. അതിനകത്ത് നിന്ന് കിട്ടുന്ന വരുമാനം, രണ്ടാമത് എനിക്കൊരു സ്ഥാപനമുണ്ട്, പാം ബീച്ച് റിസോർട്ട്. കിട്ടുന്നതിൻ്റെ കംപ്ലീറ്റ് വരുമാനം ഇതിനകത്ത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ പോരാതെ വരാൻ നേരത്ത് അവിടെ ഇവിടെ നിന്നൊക്കെ എടുക്കും. ഈ പാം ബീച്ച് റിസോർട്ടിൽ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്നുണ്ടോ? കുറവാണ്, എന്നാൽ പോലും അത്യാവശ്യം കിട്ടുന്നു. എന്താണോ, ഞാൻ അവിടെ വന്നിട്ടുണ്ട്, ഈ പാം ബീച്ച് റിസോർട്ട് കണ്ടിട്ടുണ്ട്, അവിടെ ആയിരുന്നിട്ടുണ്ട്. ഇത്രയും സുന്ദരമായ ഒരു ലൊക്കേഷൻ, അത് ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു ലൊക്കേഷൻ കിട്ടി അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം എൻജോയ് ചെയ്തു. ഈവനിങ്ങിൽ അവിടെ വന്നിരുന്നായിരുന്നു. അപ്പോഴുണ്ടായ ഒരു കാര്യം, നമ്മൾക്ക് നമ്മുടെ മനസ്സിന് തന്നെ വലിയ കുളിർമ കിട്ടും. അവിടെ ഒരു ചെറിയ കാറ്റിങ്ങനെ കടലിൽ നിന്ന് വരുന്നു, കടൽ കണ്ടുകൊണ്ടിരിക്കാം, മണലിൽ വേണമെങ്കിൽ മണലിലിരിക്കാം, കസേരയിട്ടിരിക്കാം. പിന്നെ അവിടെ ഒരു കുഞ്ഞ് സ്റ്റേജ് പോലെയുണ്ട്, പ്രോഗ്രാം നടത്താം. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഞാനവിടെ വെറുതെ വന്നിരുന്നപ്പോൾ ആരോ ഒരു ഗ്രൂപ്പ് വന്ന് ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കും. അത് അവർ എന്നെ കൂടി വിളിച്ച്, നമ്മളെ രണ്ടുപേരും വിളിച്ച് അങ്ങനെ ഒരു പങ്കെടുത്തു. അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ്. ഈ പിന്നെ നമ്മൾ നേരത്തെ നടത്തിയിരുന്ന ആ പരിപാടി എന്താണ്, പിന്നെ തുടർബാല്യമില്ലേ, തുടർബാല്യം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ വേറെയും ചിലരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ 2000 ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ അങ്ങോട്ട് സംഘടിപ്പിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഞാനൊരാളാണ്, പക്ഷെ എൻ്റെ കൂട്ടത്തിൽ കുറേയധികം ചെറുപ്പക്കാരുണ്ട്. ഇവരൊക്കെ പ്രാരാബ്ധമുള്ള ആൾക്കാരാണ്. അപ്പം ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെതായിട്ടുള്ള വരുമാനം എനിക്ക് അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാനുള്ള മാർഗം ഞാൻ കണ്ടുപിടുത്തുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക്, അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അത് നോക്കണം. അതിന് ശേഷം കിട്ടുന്ന സമയം മാക്സിമം അവരിനകത്ത് ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നടത്തിക്കൊണ്ട് പോകാന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല, ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഞാൻ പിന്നെ മെയിനായിട്ട് കൂടുതൽ സാമ്പത്തികം വരുന്ന സമയങ്ങളെന്ന് വെച്ചാൽ ക്രിസ്മസ്, ഓണം, പിന്നെ എല്ലാ പെരുന്നാളുകളും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. എല്ലാ പെരുന്നാളും ആഘോഷിക്കാറുണ്ട്. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ തുടർബാല്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 2-3 ഗ്രൂപ്പിൽ ഇപ്പൊ പല പല പേരിലാണ്. ഏത് ഗ്രൂപ്പുകാർ എന്നെ വിളിച്ചാലും ഞങ്ങളുടെ കൂട്ടത്തിൽ 200 അമ്മമാർ, 100 അമ്മമാർ, ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ വന്നേക്കാം. അപ്പൊ അവര് കാവലെന്ന് പറയും, കാട്ടൂര് കാവലാണ്. പിന്നെ മാരാരിക്കുളത്ത് വരുമ്പോൾ വേറെ പേരിലാണ്, മുഹമ്മയിലുണ്ട് അവിടെ വേറെ പേരിലാണ്, നമ്മുടെ തമ്പകച്ചുവടുണ്ട് അവിടെ വേറെ. അപ്പൊ കുറേ സ്ഥലം എല്ലായിടത്തും പോകും. അപ്പൊ ഞാൻ പറയും മിനിമം ഒരു 100 പേരുണ്ടെങ്കിൽ നമുക്ക് വരാം. അപ്പൊ 100 പേര് വിളിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ എന്താണേലും 150 പേര് കാണും. ആ പ്രദേശത്തുള്ള നടന്നു വരാൻ പറ്റുന്ന. അപ്പൊ നമുക്കിപ്പോ സിവി വാർഡ്, കഞ്ഞറഞ്ചിറ, കനാൽ വാർഡ്, ഈ 3 അടുത്തായതുകൊണ്ട് അതാണ് അത്ര ഒരു വലിയൊരു കൂട്ടം വരുന്നത്, 500 രൂപ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നടന്നു വരാൻ പറ്റുന്ന ദൂരത്തിലുള്ള ആൾക്കാർ മാത്രമേ വിളിക്കത്തുള്ളൂ. ഇത് എന്തായാലും വളരെ നല്ല ഒരു കാര്യമാണ്. ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ അവിടെ കൂടി വന്നിരുന്ന ആളുകളോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ഒരു പ്രായം ചെന്ന അമ്മ വീട്ടിൽ വഴക്കുണ്ടാക്കിയിരിക്കുന്നു. അപ്പം എന്താണ് ഇങ്ങനെ വഴക്കിട്ടിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് എൻ്റെ മക്കളെല്ലാവരും എന്നോട് ഭയങ്കര ഇഷ്ടവും കാര്യമൊക്കെയാണ്, പക്ഷേ അവർ വൈകുന്നേരം കാപ്പ് കുടിക്കുമ്പോൾ എന്നെ വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ അവരോട് ചോദിച്ചു, എന്താ വൈകുന്നേരം കാപ്പ് കുടിക്കുമ്പോൾ വിളിക്കാത്തത് എന്താണ്? അപ്പം മക്കൾ പറഞ്ഞത് എന്തറിയോ,
മക്കൾ പറഞ്ഞു അമ്മയെ വിളിക്കുകയില്ല, കാരണം ഞങ്ങൾ വൈകുന്നേരം കാപ്പി കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം മധുര പലഹാരങ്ങളാണ്. മധുരം കഴിച്ചാൽ അപ്പം അമ്മയ്ക്ക് ഷുഗർ കൂടും, അതുകൊണ്ടാണ് വിളിക്കാത്തത്. അപ്പം അമ്മ പറഞ്ഞ ഒരു വാചകം അതെന്നെ സ്ട്രൈക്ക് ചെയ്തു. അമ്മ പറഞ്ഞു, ഈ എൻ്റെ അച്ഛോ എനിക്ക് ഇവരുടെ ഈ വൈകുന്നേരത്തെ പലഹാരങ്ങളൊന്നും വേണ്ട, പക്ഷേ ഇവരെന്നെ വിളിക്കാതെ അവിടെ വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയുകയും ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. തീർച്ചയായിട്ടും അത് ഞാൻ പിന്നെ ഒന്നും പറയേണ്ടി വന്നില്ല. മാതാപിതാക്കൾക്ക് മറ്റു മക്കൾക്ക് അറിഞ്ഞുപോയി. മക്കൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയൊരു സംഭവമാണ്. നമ്മൾ പ്രായം ചെന്ന ആളുകളെ ആരും കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അവരുടെ ഒരു ശരിയാണ്, ആ അമ്മ പറഞ്ഞത് കറക്റ്റായിരിക്കും. കാരണം അവർക്ക് ഇവർ കഴിക്കുന്ന പലഹാരങ്ങളൊന്നുമേ വേണ്ട. പക്ഷേ അവർ കൂട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയുമ്പോൾ അതിലൊന്നും പങ്കാളിയാക്കിയില്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകൂലേ. ഇതാണ് ലോകത്തെ എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന് വയോമിത്രം നടത്തിയില്ലേ, അതിൽ ഞാൻ എൻ്റെ മറ്റൊരു അനുഭവം ഞാൻ പറഞ്ഞായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ ജനേരിയസ് സാറില്ലേ, അപ്പം ആ ട്രാക്കിൻ്റെ സൈഡിൽ താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അതിലെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ജനേരിയസ് സാർ പറഞ്ഞത് വലിയൊരു സംഭവമായിരുന്നു. തലേന്ന് രാത്രി സന്ധ്യ ആയപ്പോൾ അവിടെ കറണ്ട് പോയി വീട്ടിൽ. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി, ആരുമില്ല അവിടെ. അപ്പോൾ കറണ്ട് പോയപ്പോഴത്തേനും പുള്ളിയുടെ മൊബൈൽ കട്ടുമായി പോയി, കറണ്ട് പോയി, പിന്നെ ഭയങ്കര ഇരുട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ് ഇയാൾ. അദ്ദേഹം പറഞ്ഞ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് 2 പോലീസുകാർ വന്ന് വീട്ടിൽ വാതിക്കൽ മുട്ടി. അപ്പോൾ ഇയാൾക്ക് തുറക്കാൻ പോകാൻ പോലും പറ്റത്തില്ല, ഇരുട്ടായി. എന്നാലും കഷ്ടപ്പെട്ട് പോയി തുറന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാരാണ്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. കറണ്ട് പോയി സാറേ എന്ന് പറഞ്ഞു. അപ്പം കറണ്ട് പോയല്ലേ, കറണ്ട് പോയതുകൊണ്ട് ഞങ്ങൾ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് കറണ്ട് കിട്ടാനുള്ള സംവിധാനം പോലീസുകാർ ചെയ്തു. അടുത്ത വീട്ടിൽ നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് വന്നു, ഇയാൾക്ക് വെള്ളവും സംഗതികളും ഒക്കെ കൊടുത്തു എന്ന്. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങൾ ഈ പോലീസുകാർ ചെയ്തപ്പോഴത്തേനും ജനേരിയസ് സാർ ചോദിച്ചേ, നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത്, ഞാൻ നിങ്ങളെ വിളിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു. ഈ തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായം ചെന്നവരുടെ ഫോൺ നമ്പറുകളും അഡ്രസ്സും ഉണ്ട്, അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരറിഞ്ഞത് ഇങ്ങരുടെ വീട്ടിൽ കറണ്ട് പോയത്. ഉടനെ ലോക്കലായിട്ട് പോലീസിന് ഒരു വിവരം അറിയിക്കാൻ വിത്തിൻ സെക്കൻഡ്സ് സാധിക്കുമല്ലോ, പെട്ടെന്ന് അറിയിച്ചു. ആലപ്പുഴയിലെ പോലീസുകാരാണ് ഈ വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ സർക്കാരിന് തന്നെ ഉണ്ട്. ഇതേക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഇവരാരെങ്കിലും പീഡിപ്പിക്കുകയാണെങ്കിൽ ഫോൺ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, ഒരു പ്രത്യേക നമ്പറുണ്ട്. ഇപ്പം 1098 എന്ന് പറയുന്നത് കുട്ടികളുടെ നമ്പറാണ്. അതേസമയത്ത് പ്രായം ചെന്നവർക്ക് വേറൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സർക്കാരും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് വ്യക്തികളും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് റോയി പി തിയോച്ചനാണ്, നിങ്ങളുടെ ആ സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കുകയും, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രത്യേക ദിവസം നിങ്ങളെ റേഡിയോ നെയ്തൽ പ്രത്യേകമായിട്ട് ആദരിക്കുകയാണ്. അതിനാണ് ഇവിടെ വിളിച്ചു ചേർത്തതും ഇപ്പം നമ്മുടെ ശ്രോതാക്കളോട് ഇതെല്ലാം പറയാനായിട്ട് അവസരം ഒരുക്കിയതും. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും സമൂഹങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ചങ്ങനാശ്ശേരി പ്രദേശത്തൊന്നും ഇങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല, അവിടെ നിന്ന് ഒരു ടീം വന്നിട്ട് റോയിയോട് പറയുകയാണ്, ഞങ്ങൾക്ക് അവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞാൽ പോകുമോ? തീർച്ചയായിട്ടും എവിടെയാണേലും പോകും. പോകും. അപ്പൊ ഇതിന്റെയൊക്കെ സാമ്പത്തികം കിട്ടുമോ? അങ്ങനെ എത്ര? അത് നമ്മുടെ ഒരു കാര്യവും നമ്മൾ കയ്യിൽ കരുതി വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. എന്റെ കേസിൽ എനിക്ക് ആ സമയമാകുമ്പോൾ പൈസ വരും. അത് ഞാൻ ഒന്നും പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് ഒരാളുടെ നിന്ന് വാങ്ങുകയോ, ഞാൻ ആപ്പാട് ചെയ്യുന്ന ഒരു സഹായം ചോദിക്കുക എന്ന് വെച്ചാൽ നല്ല നല്ല ആൾക്കാർ ചോദിക്കും. ചിലവർക്ക് വേണ്ടത് നിയമസഹായം, ചിലവർക്ക് വേണ്ട ആരോഗ്യപരമായിട്ടുള്ള പരിരക്ഷ എങ്ങനെ കൊടുക്കണം, അങ്ങനെയുള്ള ആൾക്കാർ വിളിക്കാം. അവരുടെ സഹായം തേടും. അവരുടെ സഹായം തേടും. കാരണം അപ്പൊ സാമ്പത്തികം ഇന്നേ വരെ ഞാൻ ആരോടും മേടിച്ചിട്ടില്ല. ഓക്കെ, അത്രയും മതി. വളരെ നല്ല ഒരു പ്രവർത്തനമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന റോയിയെക്കുറിച്ചും റോയിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് മുഴുവൻ അറിയുമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഇതൊരു നല്ല മാതൃകയാണ്. അതിന് ഞാൻ ഒരു കാര്യം കൂടി പറയാം.
ഞാൻ അവിടെ വന്നപ്പോഴൊക്കെ അവിടെ കൂടിയിരിക്കുന്ന ഈ പ്രായം ചെന്ന ആളുകൾക്ക് റോയിയോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ അത് കാണുമ്പോൾ നമ്മളും വളരെ സന്തോഷവും സ്നേഹവും വാത്സല്യവും നമുക്കും അനുഭവപ്പെടുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല കാര്യമാണ് അത്. അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും.